എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂസിലൻഡിനെതിരായ ആദ്യ ഏകദിനത്തിൽ നേടിയ ആവേശകരമായ വിജയത്തിനു ശേഷം ക്രിക്കറ്റ് ലോകത്തെയാകെ ഞെട്ടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ രണ്ടാം ഏകദിനത്തിനുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിങ് 11 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കിവിപടയെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ വിജയിച്ച ടീമിൽ നിന്ന് 5 വമ്പൻ മാറ്റങ്ങൾ വരുത്തിയാണ് ഗിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ജയിച്ച ടീമിൽ മാറ്റം വരുത്തുകയോ എന്ന് ചിന്തിക്കാൻ വരട്ടെ. ടീം ഇന്ത്യയുടെ ഈ പുതിയ നീക്കം ന്യൂസിലൻഡിനെ തുടക്കം മുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ഗില്ലിന്റെ തന്ത്രപരമായ മാസ്റ്റർ പ്ലാനാണ്. ബാറ്റിംഗ് ഓർഡറിലും ബൌളിംഗ് അറ്റാക്കിലും ഒരേപോലെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രണ്ടാം ഏകദിനത്തിലും പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ ആരാധകരുടെ ആവേശം വാനോളം ഉയരുകയാണ്. ഗില്ലിന്റെ ഈ പുതിയ പരീക്ഷണങ്ങൾ വിജയിക്കുമോ? രാജ്കോട്ടിൽ ഇന്ത്യ കിവികളെ കശക്കിയെറിയുമോ? ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ശുഭ്മാൻ ഗിൽ തിരഞ്ഞെടുത്ത ആരെയും കൊതിപ്പിക്കുന്ന ആ മാരക പ്ലേയിങ് 11 കുറിച്ചാണ്. എന്നാൽ അതിലേക്ക് കടക്കും മുൻപ് നിങ്ങളോടൊരു ചോദ്യം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ ആരാണ്? രോഹിത് ശർമ്മയോ അതോ വിരാട് കോഹ്ലിയോ? നിങ്ങളുടെ ഉത്തരം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ടീം ഇന്ത്യയുടെ കട്ട ഫാനാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ബറോഡയിലെ വിജയത്തിന് ശേഷം ജനുവരി 14-ന് രാജ്കോട്ടിലെ നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന രണ്ടാം പോരാട്ടത്തിന് ടീം ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു. റണ്ണൊഴുകുന്ന രാജ്കോട്ടിലെ പിച്ചിൽ ഗിൽ അണിനിരത്തുന്നത് ഇന്ത്യയുടെ ബെസ്റ്റ് കോമ്പിനേഷനെയാണ്. ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ക്യാപ്റ്റൻ ഗില്ലിനൊപ്പം എത്തുന്നത് സാക്ഷാൽ രോഹിത് ശർമ്മ തന്നെയാണ്. ശാന്തനായി തുടങ്ങി പിച്ച് മനസ്സിലാക്കി പിന്നീട് ബൌളർമാരെ നിലം പരിശാക്കുന്ന ഗില്ലും ക്രീസിലെത്തിയാൽ ബൌളർമാരുടെ ഉറക്കം കെടുത്തുന്ന ഹിറ്റ്മാൻ രോഹിത്തും ചേരുമ്പോൾ ഓപ്പണിംഗ് ജോഡി വേറെ ലെവലായിരിക്കും. രോഹിത് 15-20 ഓവർ ക്രീസിൽ നിന്നാൽ സ്കോർ ബോർഡ് റോക്കറ്റ് പോലെ കുതിക്കുമെന്ന് ഗില്ലിന് നന്നായി അറിയാം. ഇനി 3-ാം നമ്പറിലേക്ക് വന്നാൽ അവിടെ വിരാട് കോഹ്ലി എന്ന റൺ മെഷീൻ അല്ലാതെ മറ്റാരുമില്ല. വിക്കറ്റുകൾ വീഴുമ്പോൾ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനും ചേസിംഗിൽ ടീമിനെ വിജയതീരത്തെത്തിക്കാനും കോഹ്ലിയോളം പോകുന്ന മറ്റൊരു താരം ലോകത്തില്ല. 4-ാം നമ്പറിൽ സ്പിന്നർമാരെ അതിവിദഗ്ധമായി നേരിടുന്ന ശ്രേയസ് അയ്യരും 5-ാം നമ്പറിൽ വിക്കറ്റ് കീപ്പിംഗിനൊപ്പം ഫിനിഷറുടെ റോളും ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന KL രാഹുലും എത്തുന്നതോടെ മധ്യനിര സുശക്തം. 6-ാം നമ്പറിൽ ടീമിന്റെ എക്കാലത്തെയും വിശ്വസ്തനായ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും 7-ാം നമ്പറിൽ ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാൻ വാഷിംഗ്ടൺ സുന്ദരും എത്തുന്നതോടെ ടീം ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാർ. ഇനിയാണ് ട്വിസ്റ്റ്. 8-ാം നമ്പറിൽ ഓസ്ട്രേലിയയിൽ തന്റെ ബാറ്റിംഗ് കരുത്ത് തെളിയിച്ച ഹർഷിത് റാണയെയാണ് ഗിൽ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. പവർ പ്ലേയിൽ പന്തറിയാനും ആവശ്യ സമയത്ത് 20-30 റൺസ് അടിച്ചുകൂട്ടാനും റാണയ്ക്ക് കഴിയും. പീസ് ആക്രമണത്തിന് മൂർച്ച കൂട്ടാൻ 9-ാം നമ്പറിൽ മിയാൻ മാജിക് മുഹമ്മദ് സിറാജും 10-ാം നമ്പറിൽ ഇടംകയ്യൻ പേസർ അർഷ്ദീപ് സിംഗും എത്തുമ്പോൾ ന്യൂസിലൻഡ് ബാറ്റിംഗ് നിര വിരയ്ക്കുമെന്ന് ഉറപ്പ്. 11-ാമനായി സ്പിൻ മാന്ത്രികൻ കുൽദീപ് യാദവ് കൂടി ചേരുന്നതോടെ ഈ ടീം പൂർണ്ണമാകുന്നു. ഇതിനിടയിൽ കളിക്കളത്തിൽ നടന്ന ഒരു സംഭവം എടുത്തു പറയേണ്ടതുണ്ട്. ന്യൂസിലൻഡ് ആധിപത്യം സ്ഥാപിക്കുമെന്ന് തോന്നിച്ച നിമിഷത്തിലാണ് മുഹമ്മദ് സിറാജ് തന്റെ മാന്ത്രിക പന്തുമായി എത്തിയത്. ഇന്ത്യക്ക് തലവേദനയാകുമെന്ന് കരുതിയ വിൽ യങ്ങിനെ ഒരു തകർപ്പൻ ഡെലിവറിയിലൂടെ വിക്കറ്റ് കീപ്പർ KL രാഹുലിന്റെ കയ്യിലെത്തിച്ച് സിറാജ് കളി തിരിച്ചുപിടിച്ചു. 9 പന്തിൽ വെറും 6 റൺസുമായി വിൽ യങ് മടങ്ങുമ്പോൾ ന്യൂസിലൻഡിന്റെ സ്കോർ 24 ഓവറിൽ 150-3 എന്ന നിലയിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ഡാരിൽ മിച്ചൽ ക്രീസിലുണ്ടെങ്കിലും ഇന്ത്യൻ ബൌളർമാർ സൃഷ്ടിക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. രാജ്കോട്ടിൽ തീ പാറുന്ന പോരാട്ടം ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.